അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓർഡേർഡ് ബേസിസ് എന്താണെന്ന് മനസ്സിലാക്കി, അത് ഉപയോഗിച്ചിട്ട് ഒരു വെക്ടർ സ്പേസിലെ ഒരു വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എങ്ങനെ കാണാം എന്നൊക്കെ മനസ്സിലാക്കി. ഇനി ഇതൊരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് ആസ്വദിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം അത് ഞാനിതിൽ പറയാൻ പോകുന്ന കാര്യം പണ്ട് ഞാൻ ആദ്യമായിട്ട് വായിച്ചപ്പോഴും എനിക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷം വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളോട് പറയാൻ പോകുമ്പോഴും എനിക്ക് ആ സന്തോഷമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതെല്ലാവരും ആസ്വദിക്കണം. ഞാൻ പറഞ്ഞിട്ട് പറയാം, വെയിറ്റ് ആൻഡ് സീ എന്താ പറയാൻ പോകുന്നത്. നിസ്സാര കാര്യമാണ്, പക്ഷേ നല്ല എൻജോയ്മെൻറ്റുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി ഓർക്കാം. അതിന് വേണ്ടിയിട്ട് അവിടെ P1R, അതായത് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അല്ലേ, അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 2 ആണ് നമുക്കറിയാം. ആ വെക്ടർ സ്പേസ് ഇവിടെ എടുത്തു, അതിൻ്റെ ഓർഡേർഡ് ബേസിസ് 1x എടുത്തു. എന്നിട്ട് P1R കുറച്ച് പോളിനോമിയൽസിൻ്റെ കോർഡിനേറ്റ്സ് അവിടെ എഴുതിയത് അല്ലേ. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. ഇതിപ്പോൾ എന്താ കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയലിനെ ഈ ഓർഡേർഡ് ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസ് അതേ ഓർഡറിൽ ഇങ്ങനെ എഴുതുക അല്ലേ. അങ്ങനെ P2, 3 ഇതും ഒക്കെ കിട്ടി. ഇവിടെ ഇത് 4x ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇതുമ്പോൾ എങ്ങനെ വരിക? 0 × 1 + 4 × x എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് 0, 4 ഇങ്ങനെ ആ ഓർഡറിൽ ഇവിടെ എഴുതിയത്. പിന്നെ നമ്മൾ കോളായിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് വെക്ടറിനെ എപ്പോഴും എഴുതുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ P1R ഏതൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനത്തെ കോർഡിനേറ്റ് വെക്ടറുകൾ കാണുമല്ലോ. ഈസി ആയിട്ട് കാണാം. നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഇനിയും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കിയോളൂ. ഇനി ഈ വെക്ടർ ഈ 2, 3 ശരിക്കും R2 എലമെൻ്റ് അല്ലേ. R2 സാധാരണ നമ്മൾ R2 എലമെൻറ്റ് ഇതുവരെയൊക്കെ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു. R2 എലമെൻറ്റ്സിനൊക്കെ 2, 3 അതിനെ ഒരു ഇങ്ങനെ കോളം ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടൂലേ. ഇനി ഇത് R2 -7, 5 താഴോട്ട് എഴുതിയല്ലത്, ഇത് 0, 4. ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് ഓരോ പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് കിട്ടുന്ന കോളം വെക്ടറിനെ R2 ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കൂ, ഈ P1R ഓരോ പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടും R2 ഒരു എലമെൻ്റാണ് ഇവിടെ കോർഡിനേറ്റ് വെക്ടറായിട്ട് വരുന്നത് പറഞ്ഞുകൂടെ. പോസിറ്റീവ് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് കേട്ടോ, മെല്ലെ മെല്ലെ കണ്ടോളൂ, ആസ്വദിച്ച് വിടുക. എൻ്റെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. അപ്പം ഓരോ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റ് വെക്ടർ കാണുമ്പം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് R2 ഒരു എലമെൻ്റാണ്. നൈസ്. ഇനി തിരിച്ച് R2 ഒരു എലമെൻറ്റ് ഞാൻ ചുമ്മാ തന്നു. ഇപ്പോൾ R2 ഒരു എലമെൻ്റായിട്ട് ഞാൻ 5, 7 തന്നു. ഇത് ഏത് പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഈസി ആയിട്ട് പറയും 5 + 7x ആണ് അല്ലേ. 5 + 7xൻ്റെ കോർഡിനേറ്റ് വെക്ടറാണ് 5, 7 വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് P1R പോളിനോമിയൽസും R2 എലമെൻറ്റ്സും തമ്മിലൊരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് കൊണ്ട് കിട്ടിയില്ലേ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് ഇങ്ങനെയും പറയാം, ഈ പോളിനോമിയലിലെ R2 ഈ എലമെൻ്റ് കൊണ്ട് പേരിട്ടതാണ് അല്ലേ. ഈ പോളിനോമിയൽ പകരം നമ്മൾ ഇനി ഇത് പറഞ്ഞാൽ മതി, ഈ പോളിനോമിയൽ പകരം ഇത് പറഞ്ഞാൽ മതി. അപ്പം ഈ P1R ഓരോ പോളിനോമിയലിലെയും നമ്മൾ R2 ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടുകയാണ് ഈ കോർഡിനേറ്റ് വെക്ടർ കാണുക നമ്മൾ ചെയ്തത്. ഇതൊക്കെ ശരിക്കും ഒന്നുകൂടി പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചോളൂ കേട്ടോ. നൈസ്. ഇനി നിങ്ങൾ ഈ വിഷയം കമ്പയർ ചെയ്യേണ്ടത് എന്തുമായിട്ടാണെന്നറിയോ? നമ്മൾ ലീനിയർ ആൾജിബ്രൻ്റെ കഥ തുടങ്ങിയ തുടക്കത്തിൽ ഏതോ വീഡിയോകളിൽ നമ്മൾ 2 3 വീഡിയോ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഈ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അതായത് പ്ലെയിനിലെ വെക്ടേഴ്സ് അല്ലേ, പ്ലെയിനിലെ വെക്ടേഴ്സ് അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വെക്ടേഴ്സിൻ്റെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിട്ടു അല്ലേ. ഓരോ പ്ലെയിനിലെ ഒരു വെക്ടറിനെയും R2 ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്പേസിലെ വെക്ടേഴ്സിനെ R3 എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പേരിടാം എന്നൊക്കെ പറഞ്ഞില്ലേനും. അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തൂടെ? ഇവിടെ നമ്മളെന്താ പറഞ്ഞത്? അവിടെ പ്ലെയിനിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിനെ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാം, റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെയല്ലേ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസായ P1R ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിനെ R2 ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാം. അപ്പോൾ പഴയ ഇതിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. തുടക്കത്തിൽ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടാണ് നമ്മൾ വെക്ടർ സ്പേസിലേക്ക് ഇങ്ങനെ കയറി വന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോയി. അങ്ങനെ നമ്മളെ കയ്യിൽ ഒരു ജനറൽ വെക്ടർ സ്പേസ് ഒക്കെ അപ്പോൾ നമ്മളെ കയ്യിലെത്തി അല്ലേ. തുടക്കത്തിലെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻ്റ് ഒക്കെ നമ്മൾ
പിന്നെ വെലോസിറ്റി അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട് കയറിയൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പിന്നെ അതൊക്കെ വിട്ടിട്ട് ഇതിനൊക്കെ ജനറലൈസ് ചെയ്തിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് വെക്ടർ സ്പേസ് ഒക്കെ വന്നിട്ട് അങ്ങനെ കയ്യിലുള്ളൊരു വെക്ടർ സ്പേസാണ് ഇപ്പോൾ പോളിനോമിയൽ. എന്നിട്ട് അവസാനം തിരിച്ച് നമ്മൾ പോകണപ്പോൾ ഇങ്ങോട്ടാ ഈ ഈ 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസായ P1R അവിടുത്തെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റിനെ R2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാതിരി ഇതിനെയും നമുക്കിനി R2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറയാൻ പോകുന്നതല്ലേ പറഞ്ഞു കഴിഞ്ഞത്. ഇതിലൊരു ആസ്വാദനമല്ലേ അത്. ഇതൊക്കെ ഒന്നാണ് എന്ന് തിരിച്ചറിവ്. അതായത് പിന്നെ ഈ വെക്ടേഴ്സിനൊക്കെ R2 ഉപയോഗിച്ചിട്ട് പേരിട്ട മാതിരി തന്നെ ഈ വെക്ടേഴ്സിനെയും R2 ഉപയോഗിച്ചിട്ട് പേരിടാം. ഇത് പിന്നെ ഇങ്ങനെ മാത്രമല്ല, ഇത് ഏതൊരു 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസിനെയും R2 ഉപയോഗിച്ചിട്ട് പേരിടാൻ ഞാൻ കാണിച്ചു തരാം, മാച്ചിട്ട് കാണിച്ചു തരാം. അതിന് നിങ്ങൾ പോസ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് ആലോചിക്കണ്ടോ. ഞാൻ ഈ പറഞ്ഞതിന് അതിലൊരു രസമുണ്ട്, അത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇതേപോലെ എനി 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് ക്യാൻ ബി നെയിംഡ് അല്ലെങ്കിൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് എലമെൻറ്റ്സ് ഇൻ R2 എന്ന് എന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഒരു ജനറൽ 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് എടുത്തു V. എന്നിട്ട് അതിനൊരു ഓർഡേർഡ് ബേസിസ് V1 V2 അതും എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നൊരു ജനറൽ വെക്ടർ V എടുത്തു. അതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ കാണുക? ആ വിനെ ഈ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എത്തണം അല്ലേ. V ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 എന്ന് എഴുതാൻ പറ്റും അല്ലേ, ഫോർ സം സ്കാലാസ് C1 ആൻഡ് C2. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ വരിക? C1 C2 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നൊരു വെക്ടർ V എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് C1 C2. ഇതെവിടെ ഉണ്ടാവും? R2 എലമെൻറ്റാണ് അല്ലേ. അപ്പോൾ ഏതൊരു നമ്മുടെ P1R പോലെ ഏതൊരു 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസിലൊരു വെക്ടർ V എടുത്തു കഴിഞ്ഞാലും അതിന് ഇങ്ങനെ ഒരു ഓർഡേർഡ് ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആ ബേസിസിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 കോഎഫിഷ്യൻസ് വരും. ആ 2 കോഎഫിഷ്യൻസിന് ഇങ്ങനെ വെച്ചിട്ട് R2 എലിമെൻറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. R2 എലിമെൻറ്റ് വെച്ചിട്ട് പേരിടാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പേരിടൽ മാത്രമേ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടൽ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഇവിടെ കഴിഞ്ഞില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള പലതും ചെയ്യാൻ പറ്റും. ഇത് ചുമ്മാ പേരിടൽ മാത്രമല്ല, പക്ഷേ അതിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരാം. ഇപ്പോൾ തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കുക. എനി 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് റിയൽ വെക്ടർ സ്പേസ് ക്യാൻ ബി നെയിംഡ് യൂസിങ് എലമെൻറ്റ്സ് ഇൻ R2. പോസ് ചെയ്തിട്ട് ശരിക്കും ആലോചിക്കണ്ടോ. വീണ്ടും പറയട്ടെ, നിങ്ങൾ നമ്മൾ ആ തുടക്കത്തിലുള്ള വീഡിയോകളായിട്ട് ഇത് കമ്പയർ ചെയ്യണം കേട്ടോ. അതായത് പ്ലെയിനിലെ നമ്മൾ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഏതൊരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എടുത്താലും അതിനെ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാം, റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞില്ലേ. അവിടേക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. അതിന് പകരം ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, എനി 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് V എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ളൊരു വെക്ടർ V എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ ഒരു കമ്പാരിസൺ നിങ്ങളെടുത്ത് വേണം. ക്ലിയറാണ് കേട്ടോ. എന്നാലേ ഇത് ആസ്വദിക്കാൻ അവിടെ നിങ്ങൾ ആസ്വദിക്കാണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇനിയും എന്തൊക്കെയോ ഇങ്ങനെ പറയാം. ഞാൻ അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതെന്താ സംഭവിച്ചതെന്നൊന്ന് നന്നായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആസ്വാദനം കിട്ടും കേട്ടോ. ഇതൊരു സമ്മേളനമാണ്. നമ്മൾ തുടക്കത്തിലൊരു കോൺക്രീറ്റ് വെക്ടർ സ്പേസ് നമ്മൾ എടുത്തിട്ട്, അതായത് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്, എന്നിട്ട് അതിനെ നമ്മൾ R2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഒരു ജനറൽ വെക്ടർ സ്പേസ്, അബ്സ്ട്രാക്റ്റ് വെക്ടർ സ്പേസ് ആണ് ഇപ്പോൾ 2 ഡയമെൻഷണൽ അബ്സ്ട്രാക്റ്റ് വെക്ടർ സ്പേസ് ഓവർ R ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെയും നമ്മളിപ്പോൾ ആ തുടക്കത്തിൽ ചെയ്ത പോലെ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ചെയ്തതിപ്പോൾ ഇവിടെ. സോ അവിടെ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ശരിക്കും ആലോചിക്കുക. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, 2 ഡയമെൻഷണൽ പ്ലെയിനിലെ വെക്ടേഴ്സിനെ പിന്നെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റിനെ R2 ഉപയോഗിച്ചിട്ട് പേരിടാം എന്ന് പറഞ്ഞതിന് ശേഷം, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, അതിന് ശേഷമാണ് നമ്മൾ നേരെ പിന്നെ സ്പേസിലെ വെക്ടേഴ്സിലെ 3 ഡയമെൻഷണൽ സ്പേസിലെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സിനൊക്കെ R2 ഉപയോഗിച്ചിട്ട് പേരിടാമെന്ന് പറഞ്ഞു. അതേപോലെ ഇനി നമുക്ക് ഇവിടെ എന്ത് പറയാം, എനി 3 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് ക്യാൻ ബി നെയിംഡ് യൂസിങ് എലമെൻറ്റ്സ് ഇൻ R3 എന്ന് പറഞ്ഞൂടെ. ഞാനത് ഇവിടെ എഴുതാം, നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതി വെക്കും. ലെറ്റ് V ബി എനി 3 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ്. എന്നിട്ട് അതിനൊരു ഓർഡേർഡ് ബേസിസ് എടുത്തു ഇവിടെ. എന്നിട്ട് ആ സ്പേസിൻ്റെ അകത്തൊരു വെക്ടർ V എടുത്തു. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എങ്ങനെ കാണുക? ഈ വിനെ ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം അല്ലേ. V ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 എന്ന് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ അപ്പം എന്താ വരിക? ഈ കോഎഫിഷ്യൻസിനെ അതേ ഓർഡറിൽ തന്നെ എഴുതി വെക്കുക അല്ലേ. C1 C2 C3 അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ 3 റിയൽ നമ്പർ കിട്ടും അല്ലേ. ഇത് R3 എലമെൻറ്റാണ്. അപ്പം ഈ സ്പേസിലെ ഏതൊരു വെക്ടർ V എടുത്താലും അതിനെ ഇതിൻ്റെ കോമ്പിനേഷനാക്കി ഇട്ട് എഴുതുക. അപ്പോൾ അതിന് വരുന്ന കോഎഫിഷ്യൻസ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്കതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കിട്ടും. ആ കോർഡിനേറ്റ് വെക്ടർ ശരിക്കും എന്താണ്? R3 ഒരു എലമെൻറ്റാണ് വരുന്നത്. ക്ലിയർ അല്ലേ.
ഇനി തിരിച്ച് R3 ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്പേസിൽ ഒരു വെക്ടർ ഉണ്ടാവില്ലേ. അതായത് ഇപ്പോൾ R3 ചുമ്മാ ഞാൻ 5 2 7 എടുത്തു വിചാരിക്കുക. ഇത് R3 ഒരു വെക്ടർ ആണല്ലോ, ഒരു എലമെൻ്റ് ആണല്ലോ. ഇത് ഈ സ്പേസിലെ ഏത് വെക്ടറിൻ്റെ പേരായിരിക്കും? ഇതിനെ 5 ടൈംസ് എടുക്കുക. 5v1 പ്ലസ് 2v2 പ്ലസ് 7v3. ഈ വെക്ടർ നമ്മളെ വീലുള്ള വെക്ടർ അല്ലേ അല്ലേ? അതിൻ്റെ പേരല്ലേ ഇത്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ ഇത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് ഈ സ്പേസിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് R3 ഒരു എലമെൻ്റ് ഉണ്ട്. മാത്രമല്ല R3 ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്പേസിലൊരു വെക്ടർ ഉണ്ട്. അപ്പം ഇങ്ങനെ ഏതൊരു 3 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിനെ R3 എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പേരിടാം. അപ്പോൾ വീണ്ടും ഞാൻ പറയണു, തുടക്കത്തിലെ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുക. ലീനിയർ ആൾജിബ്രയുടെ ആ വീഡിയോ നമ്പർ ഇത്ര നോക്കിയില്ല. എനിവേ നിങ്ങൾ ഓൾറെഡി നോട്ടിലൊക്കെ എഴുതിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുക. അവിടെ നമ്മളെന്താ പറഞ്ഞത്, 3 ഡയമെൻഷണൽ സ്പേസിലെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, R3 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാം, റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് പകരം ഏതൊരു 3 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് എടുത്താലും അതിൻ്റെ അകത്തുള്ള എലമെൻറ്റിനെയും നമുക്കിപ്പം R3 എലമെൻറ്റ് ഉപയോഗിച്ച് പേരിടാം. അപ്പോൾ അവരൊക്കെ സമ്മേളിക്കാൻ പോവാണ് ഇവിടെ. ഇനി അടുത്ത ഞാൻ എന്തൊക്കെയും പറയാൻ പോകുന്നത്, 3 ഡയമെൻഷണൽ അല്ല, n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എടുക്കുന്നതിന് പകരം ലെറ്റ് വി ബി എനി n ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് ആൻഡ് ലെറ്റ്, അപ്പോൾ അതിൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് എടുക്കുക. അപ്പം v1 v2 എക്സെട്ര അവിടെ മുഴുവൻ അങ്ങ് എഴുതി ഞാൻ. ലെറ്റ് വി ബി എനി n ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ്. എന്നിട്ട് അതിൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് എടുത്തു, v1 v2 എക്സെട്ര vn. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു വെക്ടർ v എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ അങ്ങനെ കാണുക, അതിനെ ഈ ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ വരുന്ന ആ യുണീക്ക് കോഎഫിഷ്യൻസ് ഇല്ലേ, അതിനെങ്ങനെ എഴുതുക, c1 c2 എക്സെട്ര c എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് n റിയൽ നമ്പേഴ്സ് കിട്ടും. ഇത് Rnലെ ഒരു എലമെൻ്റായിട്ട് മനസ്സിലാക്കാം. അപ്പം ഏതൊരു n ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് v എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള എലമെൻസിനെ ഇങ്ങനെ Rnലെ എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേരിടാമെന്ന് മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് വിട്ടോളൂ കേട്ടോ. ഇനി ഞാനടുത്ത് എന്തൊക്കെയും ചെയ്യുക, റിയൽ വെക്ടർ സ്പേസിന് പകരം കോംപ്ലക്സ് വെക്ടർ സ്പേസ് എടുത്താൽ എന്ത് സംഭവിക്കും? ഇനി കോംപ്ലക്സ് n ഡയമെൻഷണൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എടുത്തു. അപ്പം അവിടെയും ഇതുപോലെ ഒരു ഓർഡേർഡ് ബേസിസ് എടുത്തു. n ഡയമെൻഷണൽ ആയതുകൊണ്ട് n എലമെൻറ്റ്സ് തന്നെയാണ് അവിടെ വരിക. എന്നിട്ട് അതിനകത്തുള്ളൊരു വെക്ടർ v എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എങ്ങനെ കാണാം, അതിനെ ഈ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കി ഇട്ട് എഴുതുക. അപ്പോൾ നമുക്ക് c1 c2 എക്സെട്ര c എന്ന് പറഞ്ഞിട്ട് n കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടും. അത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? Cnലെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ, ഏതൊരു n ഡയമെൻഷണൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് v എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിനെ ഇങ്ങനെ c⁻n എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാൻ പറ്റും. അതായത് ഈ സ്പേസിലുള്ള എലമെൻറ്റ്സും Cnലെ എലമെൻറ്റ്സും തമ്മിലൊരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. വേണമെങ്കിൽ വീണ്ടും ഇവിടെ പോസ് ചെയ്തിട്ട് ആലോചിച്ചോളൂ. ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെയും പറയാൻ പോകണം അടുത്തത്. ഇനി ഇതേപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ റിയൽ വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സിനെ n ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സിനെ Rn ഉപയോഗിച്ചിട്ട് പറയാം. പിന്നെ n ഡയമെൻഷണൽ കോംപ്ലക്സ് വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സിനെ Cn ഉപയോഗിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്തൊക്കെയും ഇനിയും ജനറലായിട്ട് പോവുക. അതായത് റിയൽ ഫീൽഡ് റിയലും കോംപ്ലക്സും ഒന്നും ആവണമെന്നില്ലല്ലോ. എന്ത് ചെയ്യും, ഒരു ജനറൽ ഫീൽഡ് ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ്. അപ്പോൾ എന്തൊക്കെയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതട്ടെ നിങ്ങൾ ആലോചിച്ചു. ഇത് പറയുന്നതിന് മുമ്പേ ഇതിൻ്റെ ഇടയിലൊക്കെ പല ഡൗട്ടുകളും നിങ്ങൾക്ക് വരട്ടോ. ഞാൻ തന്നെ പറയണം തോന്നുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറയാതിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്. ചിലതൊക്കെ ചോദിച്ചിട്ട് വേണം, ഡൗട്ട് നിങ്ങൾക്ക് തന്നെ തോന്നണം. അപ്പോൾ അങ്ങനെ ഡൗട്ട് വന്നിട്ട് പറയേണ്ട സാധനങ്ങളുണ്ട്. ഞാനൊക്കെ ആക്ച്വലി ഡൗട്ട് ചോദിച്ചാൽ പഠിച്ചത്. ഗ്യാമോമാസിൻ്റെ വാട്സ് ഗ്രൂപ്പിൽ മെമ്പറായവർക്കൊക്കെ മനസ്സിലാവും. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ നമ്പൂർ സാറോട് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ മാത്സ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വരിക. അപ്പം ഇതിനിടയിലൊക്കെ പലതും ഞാൻ പറയാതെ വെക്കുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നു അത് പറയണ്ടേ. അപ്പോൾ ഞാൻ വിചാരിക്കില്ല, പറയേണ്ട, ആരും ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പം എല്ലാ വീഡിയോയിലും പറയും പോലെ ഗ്യാമോമാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അവിടെയൊക്കെ ഡൗട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്തത് ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ്. എന്നിട്ട് അതിനൊരു ഓർഡേർഡ് ബേസിസ് എടുത്തു. എന്നിട്ട് അതിനകത്തുള്ളൊരു വെക്ടർ വി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എങ്ങനെ കാണുക, ഈ വിനെ ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം അല്ലേ. വി ഈക്വൽ ടു c1 v1 പ്ലസ് എക്സെട്ര പ്ലസ് cn vn.
അല്ലേ? അപ്പോൾ വരുന്ന ഈ കോഎഫിഷ്യൻസിനെ ഇങ്ങനെ എഴുതുക, C1 എക്സെട്ര CN. അപ്പോൾ നമുക്ക് n സ്കാലാസ് കിട്ടും. ഈ C1 എക്സെട്ര CN ഒക്കെ എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഫീൽഡിലെ എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ? സോ ദിസ് ബിലോങ്സ് ടു FN എന്ന് പറഞ്ഞില്ലേ? ഇത് FN-ലെ ഒരു ടപ്പിളല്ലേ ഇത് വരുന്നത്? ക്ലിയർ അല്ലേ? അപ്പം ഒരു വെക്ടർ വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ് ആണെങ്കിൽ, n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ് ആണെങ്കിൽ ആ വിയിലെ ഓരോ എലമെൻറ്റിനെയും നമുക്ക് FN-ലെ ഒരു n ടപ്പിൾ വെച്ചിട്ട് പേരിടാം, റെപ്രസെൻ്റ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇവിടെയും പോസ് ചെയ്തിട്ട് ഒന്നായിട്ട് ആസ്വദിച്ച് വിടുക. ഇനി ഇവിടെ വരാവുന്നൊരു ചോദ്യം, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്സിനെ R2 അല്ലെങ്കിൽ R3 വെച്ച് റെപ്രസെൻ്റ് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്ത് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്സ് തമ്മിലുള്ള അഡീഷൻ അല്ലേ, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ആ അഡീഷൻ നമുക്ക് R2-ൽ വേറെ എന്താ രീതി ചെയ്യാൻ പറ്റുമോ? R2 എലമെൻറ്റ്സ് തമ്മിൽ ഷോർട്ടായി ചെയ്യാൻ പറ്റുമോ? R3 എലമെൻറ്റ്സ് തമ്മിൽ ഷോർട്ടായിട്ട് അഡീഷൻ വെക്ടർ അഡീഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കിയില്ലേ? അങ്ങനെ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് R2 അഡീഷനും R3 അഡീഷനൊക്കെ ഉണ്ടാക്കിയത്. അതേപോലെ ഇവിടെ എന്താ ചോദിക്കാൻ പറ്റുക? നമ്മളെന്ത് ചെയ്തു? ഒരു വെക്ടർ സ്പേസ് V ഓവർ F എടുത്തു. എന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റിനെയും F⁻n എലമെൻറ്റ് ടപ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് വരാവുന്നൊരു ചോദ്യം എന്താണ്? ഈ വെക്ടർ സ്പേസിലെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ ഈ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഷോർട്ട് രീതി ഉണ്ടോ? എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇവിടെ അല്ലേ? എങ്ങനെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്താം? അതായത് ഇവിടുത്തെ എലമെൻറ്റ്സ് വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ ഈ റെപ്രസെൻറ്റേഷൻ, ഈ പേരിടൽ എന്തെങ്കിലും സൗകര്യം നമുക്ക് തരുന്നുണ്ടോ? ഇവിടുത്തെ ഒരു വെക്ടർ സ്പേസിൽ ഒരു വെക്ടർ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ റെപ്രസെൻറ്റേഷൻ എന്തെങ്കിലും ഒരു പുതിയ സൗകര്യം തരുന്നുണ്ടോ, ഈസിനെസ് തരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. യെസ്.